ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി എന്താണെന്നും നോ ആർബിട്രാജ് പ്രിൻസിപ്പിൾ എന്താണെന്നും അത് രണ്ടും ഉപയോഗിച്ച് എങ്ങനെയാണ് ഇംപ്ലൈഡ് ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിക്കുന്നതെന്നും പഠിച്ചു. ഇംപ്ലൈഡ് ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ് കണ്ടുപിടിച്ച ഒരാൾക്ക് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് യൂസിങ് നോ ആർബിട്രാജ് പ്രിൻസിപ്പിൾ എളുപ്പമായി തോന്നും. ആദ്യമേ ആ ഫോർവേഡ് എക്സ്ചേഞ്ച് നമ്മുടെ ഇംപ്ലൈഡ് ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ്, നോ ആർബിട്രാജ് പ്രിൻസിപ്പിൾ ആൻഡ് ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി എല്ലാം കണ്ടതിന് ശേഷമേ ഇങ്ങോട്ടേക്ക് വരാവുള്ളൂ. ഇല്ലെങ്കിൽ ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. എനിവേസ് നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കടക്കാം. അതിനു മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്താണ് ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്? ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ മുന്നിലേക്ക് രണ്ടോ രണ്ടിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസോ തന്നിട്ട് ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ചോദ്യം വരുമ്പോഴത്തേക്കിനും നമ്മൾ ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിക്കും. അതായത് ആ പെർട്ടിക്കുലർ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും കിട്ടാൻ പോകുന്ന ഫ്യൂച്ചറിലുള്ള ക്യാഷ് ഫ്ലോസിനെ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിലേക്ക്, നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം നമുക്കത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ കോമ്പൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോവുക, ഇല്ലെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് നിങ്ങൾ ഇന്നത്തെ ടേംസിലേക്ക് കൊണ്ടുവരിക. ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ആ ക്യാഷ് ഫ്ലോസിനെ കൊണ്ടുവന്നിട്ട് വേണം നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസ് കമ്പയർ ചെയ്യാൻ. അവിടെ ഏതാണോ കൂടുതൽ വാല്യൂ വരുന്നത് അതായിരിക്കും കൂടുതൽ എക്കണോമിക് ബെനിഫിറ്റ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇതാണ് ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. എന്താണ് നോ ആർബിട്രാജ് പ്രിൻസിപ്പിൾ പറയുന്നത്? ഒരു ഫെയർ മാർക്കറ്റിൽ ഒരിക്കലും ഫ്രീ പ്രോഫിറ്റിനുള്ള ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ദർ വിൽ ബി നോ ഓപ്പർച്യൂണിറ്റി ഫോർ ഫ്രീ പ്രോഫിറ്റ് അഥവാ ആർബിട്രാജ്. ഇനി ആർബിട്രാജ് ചെയ്യുന്നെന്നിരിക്കട്ടെ, ആർബിട്രാജിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്? നമ്മുടെ പോക്കറ്റിൽ നിന്നും ഒരു രൂപ പോലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ് പൈസ വരുന്നത്? ആദ്യമേ ആ മാർക്കറ്റിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള അസറ്റിനെ നമ്മൾ ഷോർട്ട് സെല് ചെയ്യും. ആ പൈസ, ആ ഷോർട്ട് സെല് ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ ചീപ്പ് ആയിട്ടുള്ള അസറ്റിനെ മേടിക്കുന്നു. എന്നിട്ട് ആ ഒരു പ്രോഫിറ്റ് നമ്മൾ സ്വന്തമാക്കുന്നു എന്നതാണ് ആർബിട്രാജിന്റെ പ്രിൻസിപ്പിൾ. ഫെയർ മാർക്കറ്റിൽ ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഈ ടോപ്പിക്കും നമ്മൾ മുന്നേ പഠിച്ച ഇംപ്ലൈഡ് ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ് എല്ലാം അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഈ പ്രിൻസിപ്പിൾ എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഇംപ്ലൈഡ് ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ് പഠിച്ചത് രണ്ട് പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസിലെ ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മൾ പഠിച്ചത്. ഇവിടെ രണ്ട് രാജ്യത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടുത്തെ കറൻസി എക്സ്ചേഞ്ച് റേറ്റ് എന്തായിരിക്കണം എക്സിസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആസ് ഓൾവേസ് യു ആർ ഗിവൺ ടു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഒന്നെങ്കിൽ ഇന്ത്യയിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യാം, ബാങ്കില് FD-യിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു രാജ്യത്തെ കൊണ്ടുപോയിട്ട് അവിടുത്തെ ബാങ്കിൽ FD-യിലോ ആ രാജ്യത്തെ ബോണ്ടിലോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ബട്ട് ഫോർ ദിസ് വി നീഡ് ടു ഫസ്റ്റ് കൺവേർട്ട് ദി കറൻസി. നിങ്ങൾ വേറൊരു രാജ്യത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ ആദ്യമേ ഇന്ത്യൻ റുപ്പീസ് ആ രാജ്യത്തെ കറൻസി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. സപ്പോസ് ഇന്ത്യ ഓഫേഴ്സ് 6% ഇൻട്രസ്റ്റ് റേറ്റ് ഓൺ എ 6-month ബോണ്ട്. ഇന്ത്യയിൽ 6% ഇന്ത്യൻ ബോണ്ട് തരുന്നതെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ബാങ്കിൽ SBI-യിൽ 6 മാസം ഞാൻ FD ഇൻവെസ്റ്റ് ചെയ്താൽ, FD ഇട്ടാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 6% ആണ്. അതേസമയം ബ്രസീലില് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ബ്രസീലിലെ ബാങ്കിൽ കൊണ്ടുപോയി ഞാൻ 6 മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് 12% ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുമെന്ന് നിങ്ങൾ അറിഞ്ഞു. ഇത് കേൾക്കുമ്പോൾ എന്താ നിങ്ങൾ ആദ്യം വിചാരിക്കുന്നത്? എടാ, ഡബിൾ ദി ഇൻട്രസ്റ്റ് റേറ്റ് ആണ് എനിക്ക് ബ്രസീലിൽ കിട്ടുന്നത്, എന്നാൽ പിന്നെ ഞാൻ ബ്രസീലിൽ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ എന്ന് നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ആലോചിക്കും. പക്ഷേ അവിടെയാണ് ഈ കൺസെപ്റ്റ് വരുന്നത്. അതായത് നിങ്ങൾ ഇന്ത്യൻ റുപ്പീസ് ആദ്യമേ ബ്രസീൽ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്ത് പിന്നെ അതിനെ അവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് പിന്നെ അതിനെ തിരിച്ചെടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് എക്സസ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റും കിട്ടത്തില്ല എന്നതാണ് ഈ ടോപ്പിക്ക് പറയുന്നത്. ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് യൂസിങ് നോ ആർബിട്രാജ് പ്രിൻസിപ്പിൾ പറയുന്നത്. കാരണം ലോകം ഒരു ഫെയർ മാർക്കറ്റ് ആണ്. അവിടെ ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റീസ് എക്സിസ്റ്റ് ചെയ്യില്ല. എക്സിസ്റ്റ് ചെയ്താൽ തന്നെ ആർബിട്രാജേഴ്സ്, നമ്മൾ പഠിച്ചിരുന്നു, ആർബിട്രാജേഴ്സ് അത് പെട്ടെന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്ത് അതിനെ ഈവനാക്കി മാറ്റും. അതുകൊണ്ട് നമ്മൾ ഏത് രാജ്യത്ത് കൊണ്ടുപോയി എത്ര എക്സസ് ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഇൻവെസ്റ്റ് ചെയ്താലും നമ്മൾക്ക്
ഫ്യൂച്ചറിലേക്ക് വരുമ്പോഴത്തേക്കിനും ഒരു പ്രോഫിറ്റും ഇല്ല, സെയിം വാല്യൂയിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഈ ടോപ്പിക്ക് പറയുന്നത്. സോ എന്താണ് ഈ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്? ഞാൻ പറഞ്ഞു, it is same as implied forward interest rate we learned previously. Forward exchange rate is the exchange rate at which two counterparties agree today to buy or sell a given currency at a specified future date, thereby locking in the rate now. ഇന്ന് ഞാൻ പറയുവാണ് ഫ്യൂച്ചറിലുള്ള എക്സ്ചേഞ്ച് റേറ്റ് ആൻഡ് ട്രാൻസ്ഫറിങ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് മുന്നിലേക്ക് ഒരു എക്സാമ്പിൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫുൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും, ഇൻട്രസ്റ്റ് റേറ്റിന്റെ കേസിൽ നമ്മൾ അതിനെ ഇംപ്ലൈഡ് ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് വിളിച്ചത്. അതായത് നമ്മൾ ഇംപ്ലൈഡ് എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിരുന്നു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഇവിടെ വെറും ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഇംപ്ലൈഡ് എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാൻ ഇംപ്ലൈഡ് ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, ആ ഇംപ്ലൈഡ് ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. അതിനെ ഒരിക്കലും റെഡിലി വെബ്സൈറ്റിൽ അവൈലബിൾ അല്ല എന്ന് ഞാൻ അവിടെ പറഞ്ഞിരുന്നു. പക്ഷേ എക്സ്ചേഞ്ച് റേറ്റ്, കറൻസി എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ചാൽ ഡേ ടു ഡേ ലൈഫിൽ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഫോറിൻ മാർക്കറ്റ്, ഫോറക്സ് മാർക്കറ്റ് ഇൻവോൾവ് ചെയ്യുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു റേറ്റ് ആണ്. അതായത് ദാറ്റ് എക്സ്ചേഞ്ച് റേറ്റ് ആർ കോട്ടഡ് ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ അത് കോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഗൂഗിളിലോ വെബ്സൈറ്റിലോ എവിടെ പോയി ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റിന്റെ വാല്യൂസ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഇറ്റ് ഈസ് നോട്ട് ഇംപ്ലൈഡ്, ഇറ്റ് ഈസ് ആക്ച്വലി റെലവെന്റ്, ഇറ്റ് ഈസ് കോട്ടഡ് ഇൻ ദ മാർക്കറ്റ്. അതാണ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് ഇന്ത്യൻ റുപ്പീസും USD തമ്മിലുള്ള ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ ചെന്നിട്ട് ഇങ്ങനെ ഫോർവേഡ് INR USD റേറ്റ് അടിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ലിസ്റ്റ് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ ഓവർനൈറ്റ്, അതായത് നാളത്തെ എക്സ്ചേഞ്ച് റേറ്റ് തൊട്ട്, ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് തൊട്ട് 2 വർഷം കഴിഞ്ഞ് INR USD ഏത് റേറ്റിൽ ട്രേഡ് ചെയ്യും എന്നത് വരെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇന്ന് അത് 93 റുപ്പീസിനാണ് അവൈലബിൾ എങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 101 റുപ്പീസിലായിരിക്കും അത് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന്, ട്രേഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നോക്കിയാൽ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. When the interest rate of two countries changes, this forward rate also changes. നിങ്ങൾ പേടിക്കേണ്ട, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിളിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സ്ചേഞ്ച് റേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്നുള്ളത് അറിയണം. ഇപ്പൊ നിങ്ങൾ വെറുതെ ഒരു $US എത്ര INR ആണെന്ന് വെറുതെ ഗൂഗിളിനോട് ചോദിക്കുമ്പോൾ ഗൂഗിൾ മേ ബി തരാൻ പോകുന്നത് 95 എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും. ഒറ്റ വാല്യൂ തരത്തുള്ളൂ. പക്ഷെ അവിടെ ഗൂഗിള് ഒരു $US എന്ന് പറയുന്നത് 1 USD = 95 INR എന്ന് പറയുമ്പോഴത്തേക്കിനും അവിടെ പറയാതെ പറയുന്ന ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഈ 95ന്റെ താഴെ ഒരു 1 കൂടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നല്ലേ. ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 1 എന്ന് പറയുന്നത് ആ നമ്പർ തന്നെയാണ്. അപ്പൊ ആ 95 എന്നുള്ള ഒരു വാല്യൂ തന്നാൽ 95 ഡിവൈഡഡ് ബൈ 1 എന്ന് അവിടെ ഇംപ്ലൈ ചെയ്യുന്നുണ്ട്, എന്ന് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? 1 USD ആണ്. 1 USD ആണ്. സോ താഴത്തെ 1 95 എന്ന് തന്നാൽ അതിന്റെ താഴെ ഒരു 1 ഉണ്ടെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യൂ. അതായത് മുകളിൽ INR ഡിവൈഡഡ് ബൈ 1 USD. ഇന്നത്തെ ഒരു $US എത്ര INR ആണെന്നാണ് ഇത് പറയുന്നത്. അതായത് ന്യൂമറേറ്ററിൽ INR-ഉം ഡിനോമിനേറ്ററിൽ USD-യും. സോ INR ഡിവൈഡഡ് ബൈ USD അഥവാ INR/USD. INR/USD എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ 1, അതായത് ഒരു $US എത്ര INR ആണ് എന്നാണ് ഈ ഡിനോഷൻ പറയുന്നത്. സോ INR USD 95 എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു $US ഇന്ന് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ 95 റുപ്പീസിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ ഫോറക്സ് മാർക്കറ്റിൽ നിങ്ങൾ എപ്പോഴും കേൾക്കുന്നുള്ള ഒരു പോയിന്റ് ആണ് ഇന്ത്യൻ റുപ്പീസ് ഡിപ്രിഷിയേറ്റ് ചെയ്തു, ഇന്ത്യൻ റുപ്പീസ് അപ്രിഷിയേറ്റ് ചെയ്തു എന്നുള്ളത്. നിങ്ങൾ ഡെയിലി ന്യൂസ്, ബിസിനസ് ന്യൂസ് കാണുകയോ പത്രം, ബിസിനസ് ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്ന ആളാണെങ്കിലോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ എന്താണ് ഈ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും? ഞാൻ ഇംപ്ലൈഡ് ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. 100 രൂപയ്ക്ക് എനിക്ക് ഒരു കടയിൽ നിന്ന് 100 ആപ്പിൾ കിട്ടും.
ഓക്കെ, 100 രൂപയ്ക്ക് എനിക്ക് വേറൊരു കടയിൽ നിന്ന് 200 ആപ്പിളും കിട്ടും. ഇതിൽ ഏത് കടയിലാണ് ആപ്പിള് ചീപ്പായിട്ട് എനിക്ക് കിട്ടുന്നത്? ആപ്പിൾ ചീപ്പായിട്ട് കിട്ടുന്നത് ഈ കടയിലായിരിക്കും അല്ലെ? ഇവിടെ ഒരു ആപ്പിളിന് 50 പൈസയേ ഉള്ളൂ. ഇവിടെ ഒരു ആപ്പിളിന് 1 രൂപയാണ്. അതായത് 50 പൈസക്ക് കിട്ടുന്നിടത്താണ് എനിക്ക് കൂടുതൽ ആപ്പിൾ കിട്ടുന്നത് ഫോർ ദ സെയിം എമൗണ്ട്. അതായത് എവിടെയാണോ ആ പെർട്ടിക്കുലർ വാല്യൂ കൂടുന്നത്, അതായത് 95 ഇന്ന് INR 95 റുപ്പീസിനാണെങ്കിൽ നാളെ അത് 96 95 മേലെ എന്തായാലും നമ്മൾ അതിന് പറയുന്നത് റുപ്പി ഡിപ്രീഷിയേറ്റ് ആയി എന്നതാണ്. അതായത് റുപ്പിയുടെ വാല്യൂ കുറഞ്ഞു എന്നാണ് നമ്മൾ പറയുന്നത്. ഇവിടെ എന്താണ്, 100 ആപ്പിൾ കിട്ടിയെടുത്ത് 95 റുപ്പീസ് കിട്ടിയെടുത്ത് എനിക്ക് 96 റുപ്പീസ് കിട്ടുന്നുണ്ട്, എനിക്ക് 200 ആപ്പിൾ കിട്ടുന്നുണ്ട്. അതായത് ആ ആപ്പിളിന്റെ വില കുറയുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ ഇന്ത്യൻ റുപ്പീസിന്റെ വില 95 കൂടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇന്ത്യൻ റുപ്പീസ് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസ് ചീപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് 95 ട്രേഡ് ചെയ്യുന്ന ഇന്ത്യൻ റുപ്പീസ് 93 റുപ്പീസിലോ 90 റുപ്പീസിലോ ഒക്കെ മാറിയാൽ നമ്മൾ ഇന്ത്യൻ റുപ്പീസിനെ അപ്രിഷിയേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യൻ റുപ്പീസ് അപ്രിഷിയേറ്റ് ചെയ്താൽ അതിന് വേറൊരു രീതി പറയാവുന്നത് US ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്തു. ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്താൽ US ഡോളർ അപ്രീഷിയേറ്റ് ചെയ്തു. സോ ഇത് എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയും. സോ നമ്മൾ രണ്ട് കാര്യം പഠിച്ചു. ഒന്ന്, എങ്ങനെയാണ് INR USD എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെ എന്താണ് അപ്രീസിയേഷനും എന്താണ് ഡിപ്രീസിയേഷനും പഠിച്ചു. ഇന്ത്യൻ റുപ്പീസ് ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്ന 95 നിന്നും 100 രൂപയായാൽ ഇന്ത്യൻ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്തു എന്ന് നമ്മൾ പറയുന്നു, ഇന്ത്യൻ റുപ്പീസ് ചീപ്പായി എന്ന് നമ്മൾ പറയുന്നു. ഇനി നമുക്ക് ആ എക്സാമ്പിളിലേക്ക് വരാം. ദേ ആസ് ഓൾവേസ് നമുക്ക് രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. എന്താണ് രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്? ഒന്ന് US-ലുള്ള ഒരു സിറ്റിസൺ ആണ്. US-ലുള്ള ഒരു സിറ്റിസൺ, CFA എന്ന് പറയുന്ന US-ലുള്ള ഒരു ടോപ്പിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ അവര് US-ലെ സിറ്റിസണിന്റെ എക്സാമ്പിൾ വെച്ചാണ് പറയുന്നത്. US-ലെ സിറ്റിസണ് US-ലുള്ള ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ബാങ്ക് 2% ബാങ്ക് FD കൊടുക്കും. അല്ലെങ്കിൽ രണ്ട് രാജ്യത്തിന്റെ US-ന്റെ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പുള്ളിക്കാരന് 2% പെർ ആനം കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ വേറൊരു രാജ്യം, ഇവിടെ ആ രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. JPY എന്ന് വെച്ചാൽ ജാപ്പനീസ് യെൻ. ജപ്പാനിൽ കൊണ്ടുപോയി 1000 USD ആ പുള്ളിക്കാരന് ഇൻവെസ്റ്റ് ചെയ്താൽ ആ ജാപ്പനീസ് ബാങ്ക് പുള്ളിക്കാരന് 0.05% പെർ ആനം റിട്ടേൺസ് കിട്ടും. ഓക്കെ, പുള്ളി എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പുള്ളി 6 മാസത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഒബിയസ്ലി ജാപ്പനീസിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആ ജാപ്പനീസ് യെന്നിലേക്ക് പുള്ളിയുടെ US ഡോളറിനെ കൺവേർട്ട് ചെയ്യണം അല്ലെ? അപ്പൊ ആ കൺവേർട്ട് ചെയ്യണമെങ്കിൽ പുള്ളി ഇന്ന് മാർക്കറ്റിൽ പോയിട്ടാണ് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്ന് മാർക്കറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ജാപ്പനീസ് യെൻ ടു USD വാല്യൂ എന്ന് പറയുന്നത് 134.40 റുപ്പീസ് ആണ്. ഞാൻ പിന്നെയും പറയുന്നു, ഈ ജാപ്പനീസ് യെൻ /1 USD എന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ 1 വരുന്നു. അതായത് ഒരു US ഡോളറിന് എത്ര ജാപ്പനീസ് യെൻ കിട്ടും എന്നതാണ് സ്പോട്ട് പ്രൈസ്. ഇത് ഇന്ന് കറന്റ്ലി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഇന്നത്തെ പ്രൈസ് ആണ് സ്പോട്ട് പ്രൈസ്. സോ ജാപ്പനീസ് യെൻ ടു USD 134.40 ആണ്. പുള്ളി എന്ത് ചെയ്തു? ഈ 1000 ഡോളറിനെ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്തപ്പോൾ പുള്ളിക്കാരന് 134,400 ജാപ്പനീസ് യെൻ കിട്ടി. ഓക്കെ, അപ്പം എന്താണ് ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്? ഈ രണ്ട് ഇൻവെസ്റ്റ്മെന്റിനെ ഞാൻ കമ്പയർ ചെയ്യണമെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലേക്കോ പ്രസന്റിലേക്കോ ഇതിന്റെ വാല്യൂസിനെ ഞാൻ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസിനെ ഞാൻ കൊണ്ടുവരണം. ഇവിടെ പുള്ളി 6 മാസത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ പുള്ളി 6 മാസം കഴിഞ്ഞ് എന്ത് കിട്ടും എന്ന് ഇന്ന് പുള്ളി കാൽക്കുലേറ്റ് ചെയ്യുവാണ്, ഇവാലുവേറ്റ് ചെയ്യുന്നേ ഉള്ളേ. പുള്ളി എങ്ങും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല, ഹീസ് ജസ്റ്റ് ഇവാലുവേറ്റിംഗ്. ഇന്ന് നിന്നുകൊണ്ട് 6 മാസം കഴിഞ്ഞ് എന്ത് റിട്ടേൺസ് കിട്ടും എന്ന് പുള്ളി നോക്കുവാണ്. അത് ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി ആണല്ലോ പറയുന്നത്. നമ്മൾ കമ്പയർ ചെയ്യണം ഒരു പോയിന്റ് ഓഫ് ടൈമിൽ. സോ പുള്ളി 6 മാസം കഴിഞ്ഞിട്ട് അവിടുത്തെ ക്യാഷ് ഫ്ലോസിനെ കമ്പയർ ചെയ്യാൻ പോവുകയാണ്. സോ ഞാൻ ഒന്നുകൂടെ പറയുന്നു, US-ലെ ബാങ്ക് 2% കൊടുക്കും, ജാപ്പനീസ് ബാങ്ക് 0.05% പെർ ആനം കൊടുക്കും. ജാപ്പനീസിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി ആ ഡോളറിനെ ജാപ്പനീസ് യെൻ ആക്കി മാറ്റിയിട്ടുണ്ട് ഇന്നത്തെ സ്പോട്ട് റേറ്റിൽ. കാരണം ഇന്നാണല്ലോ ഈ സംഗതി നടക്കുന്നത്. പുള്ളിക്കാരൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കിനും
CFA ബുക്ക് പറയുന്നത് ഇവിടുത്തെ ഫ്യൂച്ചർ വാല്യൂ കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് FV = PV × e⁻RT എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കണം. അല്ലാതെ FV = PV × 1+R⁻T ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. പക്ഷെ ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ CFA ബുക്ക് കണ്ടിന്യൂസ് കോമ്പൗണ്ടിങ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ 6 മാസം കഴിഞ്ഞാണ് പുള്ളി ക്യാഷ് ഫ്ലോസിനെ കമ്പയർ ചെയ്യാൻ പോകുന്നത്. സോ 6 മാസം കഴിയുമ്പോഴത്തേക്കിനും ഇവിടുത്തെ FV എന്തായി? PV × 1000 × e⁻R. R എന്ന് പറയുന്നത് എന്താണ്? 2% per annum ആണ്. 2% per annum, അതായത് 0.02 ഇൻറ്റു എത്ര നാളത്തേക്കാണ് പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നത്? e⁻RT. ടൈം എന്ന് പറയുന്നത് 6 മാസമാണ്. 6 മാസം എന്ന് പറയുമ്പം 0.5 ഇയേഴ്സ് ആണ് അല്ലേ? സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് 1010.05 എന്ന് പറയുന്ന ഡോളർ വാല്യൂസിൽ നിങ്ങൾക്ക് കിട്ടും. അതേ സെയിം പ്രൊസീജിയർ, ഇതേ സെയിം ഇക്വേഷൻ ഉപയോഗിച്ച് 0.05% per annum ഇൻട്രസ്റ്റ് റേറ്റ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ 6 മാസം കഴിയുമ്പം ജാപ്പനീസ് ബാങ്ക് പുള്ളിക്കാരന് കൊടുക്കാൻ പോകുന്നത് 134,433.60 എന്ന് പറയുന്ന യെന്നിലായിരിക്കും പുള്ളിക്ക് കിട്ടാൻ പോകുന്നത്. സോ ഒബ്വിയസ്ലി പുള്ളി US-ലെ സിറ്റിസൺ ആണ്. ഇവിടെ എത്ര രൂപ കിട്ടിയാലും പുള്ളിക്കാരൻ അത് തിരിച്ച് ഈ എമൗണ്ടിനെ പുള്ളിക്കാരനെ തിരിച്ച് US ഡോളറിൽ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? പുള്ളി ഇവിടെ നിൽക്കുവാണേ, പുള്ളി എങ്ങും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ പിന്നെയും പറയുന്നു, പുള്ളി ജസ്റ്റ് കമ്പയർ ചെയ്യുന്നേ ഉള്ളൂ. സോ പുള്ളി ഇവിടെ നിന്നുകൊണ്ട് ഇവിടുത്തെ സ്പോട്ട് റേറ്റ് ഇട്ട് തന്നെ ഇവിടുത്തെ സ്പോട്ട് റേറ്റിൽ തന്നെ ഈ ജാപ്പനീസ് യെൻ 6 മാസം കഴിഞ്ഞ് കിട്ടാൻ പോകുന്ന ഈ ജാപ്പനീസ് എമൗണ്ട് യെന്നിന് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ടടാ ഒരു മാജിക് നടക്കുന്നു. ഇന്നത്തെ സ്പോട്ട് റേറ്റ് ഇതാണ് ഇന്നത്തെ സ്പോട്ട് റേറ്റ്. ഇന്നത്തെ സ്പോട്ട് റേറ്റിലിട്ട് പുള്ളി 6 മാസം കഴിഞ്ഞുള്ള ജാപ്പനീസ് യെന്നിനെ കൺവേർട്ട് ചെയ്തപ്പം 1000.25 US ഡോളേഴ്സേ കിട്ടുന്നുള്ളൂ. പക്ഷെ US-ലാണെങ്കിലോ അത് കൂടുതൽ കിട്ടി, 1010.05 ഡോളേഴ്സ് നമുക്ക് കിട്ടി. പക്ഷെ ഇവിടെ $1000 കിട്ടുന്നുള്ളൂ. പുള്ളി എന്താ ഉദ്ദേശിക്കുന്നത്? 6 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഫെയർ മാർക്കറ്റ് നോ ആർബിട്രാജ് പോളിസി എന്താണ് പറയുന്നത്? ഞാൻ $1000 ആണ് പുള്ളി ഇൻവെസ്റ്റ് ചെയ്തത്. $1000 ആണ് 2 സ്ഥലത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ $1000 കൺവേർട്ട് ചെയ്ത് ജാപ്പനീസ് യെൻ ആക്കിയെന്നേ ഉള്ളൂ. സെയിം റുപ്പീസ് ഞാൻ 2 സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഒരേ ടൈം പീരീഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് അറ്റ് ദി എൻഡ് ഒരേ വാല്യൂ തന്നെ കിട്ടണം എന്നാണ് നോ ആർബിട്രാജ് പ്രിൻസിപ്പിൾ പറയുന്നത്. അതായത് ഇവിടുത്തെ വാല്യൂ 1010.05 US ഡോളറിന് ഈക്വലന്റ് ആയിരിക്കണം ഞാൻ ഏത് രാജ്യത്ത് കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്താലും എനിക്ക് കിട്ടാൻ പോകുന്നത്. അതാണ് ഈ പറയുന്ന നോ ആർബിട്രാജ് പോളിസി പറയുന്നത്. അപ്പം ഇന്നത്തെ സ്പോട്ട് റേറ്റ് ഇട്ട് പുള്ളി കൺവേർട്ട് ചെയ്തപ്പോൾ ഉണ്ടടാ പുള്ളിക്കാരന് കുറച്ച് USD കിട്ടുന്നുള്ളൂ. അതായത് സെയിം ടൈം ഫ്രെയിമിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തപ്പം 2 വാല്യൂസ് കിട്ടി. 2 വാല്യൂസ് ഡിഫറെന്റ് ആയിട്ട് കിട്ടുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഒരു ആർബിട്രാജ് ഓപ്പർച്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുവാണല്ലേ. ആർബിട്രാജേഴ്സിന് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു അവസരം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പം ഈ പർട്ടിക്കുലർ നമ്മൾ ഇവിടെയാണ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇംപ്ലൈഡ് ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ് പഠിപ്പിച്ചപ്പോഴും ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞിരുന്നു. ഏത് ഇൻട്രസ്റ്റ് റേറ്റിൽ 1 വർഷം കഴിഞ്ഞ് ഏത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താലായിരിക്കും എനിക്ക് 2 വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള വാല്യൂയിലേക്ക് വരുന്നത്. അതാണ് ഫോർവേഡ് ഇംപ്ലൈഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഈ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് വെച്ചാൽ സിമിലർ ആയിട്ടുള്ള ഒരു ലൈനിൽ തന്നെ ഞാൻ ഏത് എക്സ്ചേഞ്ച് റേറ്റിൽ ഫ്യൂച്ചറിലുള്ള ഏത് എക്സ്ചേഞ്ച് റേറ്റിൽ കൺവേർട്ട് ചെയ്താലാണ് എനിക്ക് ഈ 1010.05 എന്ന് പറയുന്ന ഡോളറിൽ തന്നെ എല്ലാ വാല്യൂസും ആ പർട്ടിക്കുലർ രാജ്യത്തെ വാല്യൂ ഈക്വൽ ആവുന്നത്, അതിനെയാണ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഫോർ 6 months എന്ന് പറയുന്നത്. ഇവിടെ 6 മാസത്തേക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത്.
സോ 6 month ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഞാൻ ഏത് എക്സ്ചേഞ്ച് റേറ്റിലായിരിക്കണം അത് കൺവേർട്ട് ചെയ്യേണ്ടത്, ഈ ഫ്യൂച്ചറിലുള്ള വേറൊരു രാജ്യത്ത് ഞാൻ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഏത് എക്സ്ചേഞ്ച് റേറ്റ് കൺവേർട്ട് ചെയ്താലാണ് എനിക്ക് സെയിം വാല്യൂ കിട്ടുന്നത് US ഡോളറിൽ, സോ ദാറ്റ് ദർ ഇസ് നോ ആർബിട്രാജ് പ്രിൻസിപ്പിൾ, ആർബിട്രാജ് നടക്കുന്നില്ല. അതിനെയാണ് നമ്മൾ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഇവിടെ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും നമ്മൾ പഠിച്ചിരുന്നു. ഇവിടെ US ഡോളേഴ്സ് ജാപ്പനീസ് യെൻ എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്തു, അതുകൊണ്ടാണ് കുറച്ച് US ഡോളേഴ്സ് എനിക്ക് കിട്ടുന്നത് എന്നാണ് ഇവിടുത്തെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത്. നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഡിനോട്ട്സ് ദാറ്റ് എക്സ്ചേഞ്ച് റേറ്റ് that would remove the arbitrage possibility in the future. ഫ്യൂച്ചറിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്, ഫ്യൂച്ചർ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലുള്ള ഒരു എക്സ്ചേഞ്ച് റേറ്റ് ആണ്, സച്ച് ദാറ്റ് ഇറ്റ് റിമൂവ്സ് ദി ആർബിട്രാജ് പോസിബിലിറ്റി. എക്സ്ചേഞ്ച് റേറ്റ് മാറണം, അല്ലെങ്കിൽ അത് മാറിയേ പറ്റുള്ളൂ, കാരണം എങ്കിലേ നമുക്ക് നോ ആർബിട്രാജ് പോളിസി യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്താണ് ആ ഫോർമുല? എങ്ങനെയാണ് ഈ ഫോർവേഡിലുള്ള ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ ഫോർമുല എന്ന് പറയുന്നത്, ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് സ്പോട്ട് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന എക്സ്ചേഞ്ച് റേറ്റ് ഇൻറ്റു 1+R ജാപ്പനീസ് യെൻ. അതായത് നമ്മൾ ജാപ്പനീസ് യെൻ ഒരു US ഡോളറിന് ഡിനോമിനേറ്ററിൽ 1 USD ആണ്, ആ ഡിനോമിനേറ്ററിലുള്ള അതേ ഇത് തന്നെയാണ് ഇവിടുത്തെ ഡിനോമിനേറ്ററിലും വരുന്നത്. സോ മുകളിൽ എന്താണ് ന്യൂമറേറ്ററിലുള്ളത് അത് തന്നെയാണ് ഇവിടുത്തെ ന്യൂമറേറ്ററിലും വരുന്നത്. അതായത് ജാപ്പനീസിലുള്ള ബാങ്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് +1 ഡിവൈഡഡ് ബൈ US-ലുള്ള ബാങ്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് +1 ഇൻറ്റു സ്പോട്ട് റേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഫോർവേഡിലേക്കുള്ള ആ ജാപ്പനീസ് yen to USD വാല്യൂ കിട്ടുന്നത്. ഇവിടുത്തെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് 6 മാസത്തേക്ക് തരുന്ന, 6 മാസം ഞാൻ FD ഇട്ടാൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവിടെ രണ്ടിടത്തും യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റിന്റെ പേരാണ് 6 month ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഞാൻ ഇവിടെ 1 വർഷത്തെയോ 2 വർഷത്തെയോ 10 വർഷത്തെയോ ഏത് വർഷത്തെ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണോ യൂസ് ചെയ്യുന്നത് അത് ആ പെർട്ടിക്കുലർ ഇയറിലെ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് ഇത് മാറും. അതായത് ഒരേ ഇക്വേഷൻ വെച്ച് നമുക്ക് 6 month, 1 year, 2 year, 9 month, overnight, 3 day, 5 day എക്സ്ചേഞ്ച് റേറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ ആയിട്ട് പറ്റും. സോ ഇങ്ങനെയാണ് നമ്മൾ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്താ പറയുന്നത്? ഞാൻ ഫ്യൂച്ചറിൽ ഈ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഇട്ട് കൺവേർട്ട് ചെയ്താലാണ് എനിക്ക് ആർബിട്രാജ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി വരാതിരിക്കുന്നത്. അതാണ് ഫെയർ മാർക്കറ്റ് പറയുന്നത്. ഫ്രം ദിസ് ഇക്വേഷൻ, നമ്മളിപ്പം പഠിച്ച ഇക്വേഷൻ നിന്നും ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻട്രസ്റ്റ് റേറ്റ് എക്സിസ്റ്റിംഗ് ഇൻ ദ 2 countries. നമ്മൾ പഠിച്ചു ഒരു കൺട്രീസിന്റെ സോവറിൻ ബോണ്ടിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ആ രാജ്യത്തിലെ റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റിന് നമുക്ക് ഇക്വലന്റ് ആക്കി എടുക്കാമെന്ന് നമ്മൾ മുന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. മേ ബി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ക്ലാസ്സസിലാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് the point is that the forward exchange rate, ഭാവിയിൽ ഏത് എക്സ്ചേഞ്ച് റേറ്റിൽ 2 കറൻസീസ് ട്രേഡ് ചെയ്യണം എന്നുള്ളത് ആ 2 രാജ്യത്തിന്റെയും ഇൻട്രസ്റ്റ് റേറ്റിൽ ഡിപ്പെൻഡഡ് ആണ്. കൺട്രി വിത്ത് ദി ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് വിൽ സീ ഇറ്റ്സ് കറൻസി ഡിപ്രീഷിയേറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഏത് രാജ്യത്താണോ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലായിട്ടുള്ളത് ആ രാജ്യത്തിലെ കറൻസി ഫ്യൂച്ചറിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഇന്ത്യയും US-ഉം കമ്പയർ ചെയ്താൽ ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂടുതൽ. അതിനർത്ഥം ഫ്യൂച്ചറിലേക്ക് പോകുമ്പം ഇന്ത്യൻ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും എന്നാണ് ഇവിടുത്തെ ടേക്ക് അവേ എന്ന് പറയുന്നത്. ഓർ വി ക്യാൻ ഫ്രെയിം ഇറ്റ് ഇൻ അനദർ വേ. ഇഫ് എ കറൻസി ഈസ് എക്സ്പെക്ടഡ് ടു ഡിപ്രീഷിയേറ്റ് ഇൻ ദ ഫ്യൂച്ചർ, ഇന്ത്യൻ റുപ്പീസ് ഭാവിയിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് കണ്ടാൽ ആ രാജ്യം that country has to offer high interest rate to attract investors. So ഇതിനെ വേറൊരു രീതിയിലാണ് അങ്ങനെ പറയുന്നത്. Basically the takeaway is that ഏത് രാജ്യത്താണോ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആയിട്ടുള്ളത് ഭാവിയിൽ അവിടുത്തെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഇതാണ് ഇവിടുത്തെ ടേക്ക് അവേ.
നമുക്ക് വേറൊരു എക്സാമ്പിൾ സോൾവ് ചെയ്യാം. ഇതാണ് CFAയിലെ എക്സാമിന് വരാൻ പോകുന്ന ഇതുപോലത്തെ എക്സാംസ് ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക്കലി ഇവര് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദി റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ്. ആ രണ്ട് രാജ്യത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ ഡിപ്പെൻഡന്റ് ആണ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പം മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ഫ്രെയിംഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ആ രണ്ട് രാജ്യത്തും ഇൻട്രസ്റ്റ് റേറ്റിൽ ചേഞ്ച് വന്നാൽ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെയായിരിക്കും മാറാൻ പോകുന്നത് എന്നുള്ള ടോപ്പിക്കിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. സപ്പോസ് ഇന്ന് ഇന്ത്യയിലും US-ലും എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 1%ഉം 6%ഉം ആണ്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്കൊരു INR USD ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവും അല്ലെ? INR USD ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ടാവും. പെട്ടെന്ന് ഈ രണ്ട് രാജ്യങ്ങളും ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റുകയോ അല്ലെങ്കിൽ ഇന്ത്യ പെട്ടെന്ന് ഇൻട്രസ്റ്റ് റേറ്റ് 5% ആക്കിയാൽ ഈ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ വേരി ചെയ്യും എന്നുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരാൻ പോകുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ US-ഉം UK-യും ആണ് ഇവര് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഒരു വർഷത്തെ ബോണ്ടാണ്. US-ഉം UK-യിലെയും ഒരു വർഷത്തെ ബോണ്ടിലേക്ക് ആണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അവിടുത്തെ സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് ആണ് USD/GBP ആണ്. അതായത് ജർമ്മൻ പൗണ്ട് ആണ് ഡിനോമിനേറ്ററിൽ വന്നിട്ടുള്ളത്. ഡിനോമിനേറ്ററിൽ 1 ആണ് വരുന്നത്. 1.2602 ഡിവൈഡഡ് ബൈ 1 എന്ന് ഇവിടെ ഇംപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് ഒരു ജർമ്മൻ പൗണ്ട് കൊടുത്താൽ എനിക്ക് $1.2602 കിട്ടും എന്നാണ് ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. സോ സ്പോട്ട് പ്രൈസ് തന്നിട്ടുണ്ട്, ഒരു വർഷത്തെ ബോണ്ടിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്, രണ്ട് രാജ്യത്തെയും ഇൻട്രസ്റ്റ് റേറ്റും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് സുഖമായിട്ട് ഒരു ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് കണ്ടുപിടിക്കാം. പെട്ടെന്ന് ഈ രണ്ട് രാജ്യങ്ങളും ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റി അതിനുശേഷം ഈ ഒരു വർഷത്തെ ബോണ്ടിന്റെ ഈൽഡ് ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം എങ്ങനെയായിരിക്കും ഈ USD/GBP-യുടെ ഫോർവേഡ് ഇൻട്രസ്റ്റ് റേറ്റ് മാറുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ടിപ്പ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. വിച്ച് എവർ കൺട്രി ഇൻക്രീസ്ഡ് their interest rate more will see their currency depreciate on a forward basis. ഏത് രാജ്യമാണോ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് അവിടുത്തെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും ഓൺ എ ഫോർവേഡ് ബേസിസ്. നമ്മുടെ സെയിം ഇക്വേഷൻ നമ്മുടെ ജാപ്പനീസ് യെനിലും US ഡോളറിലും നമ്മൾ അപ്ലൈ ചെയ്ത അതേ സെയിം ഇക്വേഷൻ നമ്മൾ കറൻസി മാറ്റി യൂസ് ചെയ്യാൻ പോവാണ്. അതായത് USD/GBP. ഇവിടെ ന്യൂമറേറ്ററിൽ USD ആണ് വരുന്നത്. സോ ഇവിടുത്തെ ന്യൂമറേറ്ററിലും USD വരും. ഡിനോമിനേറ്റർ പൗണ്ടിലായതുകൊണ്ട് ബ്രിട്ടീഷിലെ ബാങ്കിന്റെ അല്ലെ ബ്രിട്ടീഷിന്റെ ബോണ്ടിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. സോ സ്പോട്ട് റേറ്റ് നമുക്കറിയാം. സ്പോട്ട് റേറ്റ് ഇൻറ്റു 1+R USD ഡിവൈഡഡ് ബൈ 1+R GBP ചെയ്യുമ്പോൾ നമുക്ക് ആ 1 year ഫോർവേഡ് റേറ്റ് കിട്ടും. കാരണം ഒരു വർഷത്തെ ബോണ്ടിലാണല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഒരു വർഷത്തെ ഫോർവേഡ് റേറ്റ് കിട്ടും. ബിഫോർ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്കൊരു വാല്യൂ കിട്ടും. ആഫ്റ്റർ ഇൻട്രസ്റ്റ് റേറ്റും സെയിം ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കൊരു വാല്യൂ കിട്ടും. അതായത് ബിഫോർ ഇൻട്രസ്റ്റ് റേറ്റില് USD/GBP വാല്യൂ എന്ന് വെച്ചാൽ 1.269 ആയിരുന്നു. അതായത് ഒരു ജർമ്മൻ പൗണ്ട് ബ്രിട്ടൻ പൗണ്ട് കൊടുത്താൽ എനിക്ക് $1.26 കിട്ടുമായിരുന്നു. ഇപ്പോൾ എനിക്ക് ആഫ്റ്റർ ഇൻട്രസ്റ്റ് റേറ്റ് എനിക്ക് $1.27 കിട്ടും. അതായത് എനിക്ക് ഒരു എമൗണ്ടിന് കൂടുതൽ ആപ്പിൾ കിട്ടുവാണ്. അതായത് US ഡോളേഴ്സ് ഡിപ്രീഷിയേറ്റ് ചെയ്തു. US ഡോളേഴ്സ് ചീപ്പായി. US ഡോളർ ഡിപ്രീഷിയേറ്റ് ചെയ്താൽ അതിൽ നമുക്ക് എന്താണ് ഇന്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഏത് രാജ്യത്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ അവിടുത്തെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനർത്ഥം എന്താണ്? US ഡോളറിൽ അതായത് US-ലെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് കൂടുതൽ ഇൻക്രീസ് ആയത്. The forward USD/GBP exchange rate depreciated from 1.26 to 1.27, indicating that US has increased its interest rate more than UK. ഇതാണ് ഇവിടുത്തെ എക്സാമ്പിൾ. ഇനി this much information is necessary as per your syllabus. നിങ്ങളുടെ സിലബസിനകത്ത് ഇത്രയും ഇൻഫോർമേഷൻ മതി നിങ്ങൾക്ക് CFA എക്സാം പാസ്സാവാൻ. പക്ഷേ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റിൽ എങ്ങനെയാണ് ആർബിട്രാജ് നടക്കുന്നത് എന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതിന് ഇവിടെ ഇരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ലാസ്റ്റ് സ്ലൈഡിലേക്ക് സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ നിർത്തിക്കോളൂ. ഇത്
സിലബസിൽ ഇല്ലാത്തതാണ്. എങ്ങനെയാണ് ആ ആർബിട്രാജ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളവർ മാത്രം ഇതിരിക്കുക, ഇല്ലെങ്കിൽ ബാക്കിയുള്ളവർ ലാസ്റ്റ് സ്ലൈഡിലേക്ക് സ്കിപ്പ് ചെയ്യുക. എനിവേസ്, നമുക്ക് എങ്ങനെയാണ് ആർബിട്രാജ് നടക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ആർബിട്രാജിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യില്ല. പകരം ആദ്യമേ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള അസറ്റിനെ ഷോർട്ട് സെല് ചെയ്യുന്നു. ആ പ്രൊസീഡ്സ് വെച്ച് നമ്മൾ ചീപ്പ് ആയിട്ടുള്ള അസറ്റിനെ നമ്മൾ മേടിക്കുന്നു. ഇവിടെ നമ്മൾ ഈ USDയും INRും ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് US ഡോളേഴ്സിൽ US-ലെ ഒരു ബാങ്കിൽ ഞാൻ FD ഇടുന്നതും ഇന്ത്യയിലെ ബാങ്കിൽ FD ഇടുന്നതുമാണ് ഇവിടുത്തെ രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ എക്കണോമിക് വേൾഡിൽ വി ആർ അസ്യൂമിങ് ദാറ്റ് INR കൊടുത്താൽ എനിക്ക് US ഡോളർ കിട്ടും. അതായത് INR വിറ്റാൽ എനിക്ക് US ഡോളർ ആണ് കിട്ടുന്നത്, US ഡോളർ വിറ്റാൽ എനിക്ക് INR ആണ് കിട്ടുന്നത്. തിരിച്ചു പറഞ്ഞാൽ എനിക്ക് US ഡോളർ വേണമെങ്കിൽ ഞാൻ INR കൊടുക്കണം, INR വേണമെങ്കിൽ ഞാൻ US ഡോളേഴ്സ് കൊടുക്കണം. അതായത് രണ്ട് സാധനമേ ആ എക്കണോമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഒന്ന് USDയും ഒന്ന് INR. അപ്പം നമ്മൾ പഠിച്ചു എക്സ്പെൻസീവ് ആയിട്ടുള്ള അസറ്റിനെ വിൽക്കണം, ചീപ്പ് ആയിട്ടുള്ള അസറ്റിനെ മേടിക്കണം. അപ്പൊ നാച്ചുറലി കുട്ടികൾ ചോദിക്കും, ഏതാണ് ഈ അസറ്റ്, എന്താണ് അസറ്റ്, ഇവിടെ ഏതാണ് അസറ്റ്? ഇവിടുത്തെ അസറ്റ് എന്ന് പറയുന്നത് മൈ ഡിയർ ഫ്രണ്ട്സ്, ഒന്ന് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റും വേറൊന്ന് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റും. ഇത് രണ്ടുമാണ് ഇവിടുത്തെ അസറ്റ്സ് എന്ന് പറയുന്നത്. ഈ രണ്ട് അസറ്റ്സിൽ ഏതാണ് എക്സ്പെൻസീവ് ഏതാണ് ചീപ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് ഷോർട്ട് സെല്ലിങ്ങും നമ്മൾ ബൈയിങ്ങും നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ രണ്ട് അസറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റും ഒന്ന് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റും. വി ഷോർട്ട് സെൽ വൺ ഓഫ് ദീസ് ആൻഡ് വി ബൈ ദി അതർ. പിന്നെ കറൻസി ഡിപ്രിസിയേഷനും അപ്രിസിയേഷനും പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാല്യൂ കൂടിയാൽ INR 95 നിന്നും 100 ആയാൽ INR ഡിപ്രിഷിയേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. INR ചീപ്പായി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊസീഡ് ചെയ്തേക്കാം. ഇതാണ് നിങ്ങൾക്ക് മുന്നിലുള്ള രണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി. ഒരു US ഡോളർ നിങ്ങൾക്ക് US-ലെ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന US-ലെ ബാങ്ക് 1% ഇൻട്രസ്റ്റ് റേറ്റ് തരും. ആ US ഡോളറിന് ഇക്വലന്റ് ആയിട്ടുള്ള ഇന്നത്തെ സ്പോട്ട് പ്രൈസ് ആയിട്ടുള്ള 1 US ഡോളറിന് 90 രൂപ കിട്ടും. ആ 90 രൂപ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 99 റുപ്പീസ് ആയിട്ട് ഞാൻ ഒരു വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഒരു വർഷത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 99 റുപ്പീസ് കിട്ടും 10% ഇൻട്രസ്റ്റ് റേറ്റില്. ഞാൻ US-ലെ ബാങ്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ എനിക്ക് 1.01 ഡോളേഴ്സ് ആണ് എനിക്ക് കിട്ടുന്നത് അറ്റ് ദി എൻഡ് ഓഫ് 1 ഇയർ. അതായത് നമ്മുടെ ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ഫോർവേഡ് റേറ്റ് ഈസ് ഈക്വൽ ടു സ്പോട്ട് റേറ്റ് ഇൻറ്റു 1+R ഡിവൈഡഡ് ബൈ 1+R. ആ ഇക്വേഷൻ ഉപയോഗിക്കുമ്പം ഐഡിയലി നമുക്ക് കിട്ടേണ്ട ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഇൻ 1 ഇയർ, 1 ഇയർ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 98.02 ആണ്. അതായത് 90-ൽ നിന്നും, ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന 90-ൽ നിന്നും ഒരു വർഷം കഴിയുമ്പം 98 ആയിക്കണം. റിയലിസ്റ്റിക്കലി ആസ് പെർ ഇക്വേഷൻ ഇങ്ങനെ ആവണം. ഇനി ഈ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ഇതല്ല എന്നുണ്ടെങ്കിലാണ് ഇവിടെ ആർബിട്രാജ് നടക്കുന്നത്. സോ ഇതല്ല എന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് 98.02 അല്ല, ഇവിടെ പകരം ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 100 റുപ്പീസ് ആയി. അതായത് ഒരു US ഡോളർ കൊടുത്താൽ എനിക്ക് 100 രൂപ കിട്ടും എന്നുള്ള സിറ്റുവേഷനിലായി. അതായത് INR ഡിപ്രിഷിയേറ്റ് ചെയ്തു എന്നാണ് അല്ലേ പറയുന്നത്. ഓൺ എ ഫോർവേഡ് ബേസിസ് INR ഡിപ്രിഷിയേറ്റ് ചെയ്തു. ഫോർവേഡില് INR ഒരു US ഡോളർ എടുത്താൽ എനിക്ക് കൂടുതൽ INR കിട്ടും എന്നുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. സോ കേസ് 1 ഫോർവേഡ് INR USD is equal to 100. Be very careful about how you represent the INR USD. Don't use it the other way. Anyway, step 1, identifying the cheap and expensive asset. Since a forward INR USD has depreciated, നമ്മൾ പറഞ്ഞു അല്ലേ 100 രൂപയായാൽ എനിക്ക് കൂടുതൽ INR കിട്ടുവാണ്. അതായത് അവിടുത്തെ INR ചീപ്പായി മാറി. ഫോർവേഡ് ബേസിൽ INR ചീപ്പായിട്ട് മാറി. അതായത് നിങ്ങളുടെ ചീപ്പ് എന്ന് പറയുന്നത് ഫോർവേഡ് INR-ഉം എക്സ്പെൻസീവ് എന്ന് പറയുന്നത്, ഒന്ന് ചീപ്പ് ആകുമ്പോൾ മറ്റേത് എക്സ്പെൻസീവ് ആകുമല്ലോ. സോ ഇവിടുത്തെ എക്സ്പെൻസീവ് എന്ന് പറയുന്നത് സ്പോട്ട് INR USD ആയി. നമ്മൾ പറഞ്ഞു രണ്ട് അസറ്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, ഒന്ന് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റും ഒന്ന് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റും. അപ്പം ചീപ്പ് എന്ന് പറയുന്നത് ഫോർവേഡും എക്സ്പെൻസീവ് എന്ന് പറയുന്നത് സ്പോട്ടും ആണെന്ന് കണ്ടുപിടിച്ചു.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യില്ല. ആദ്യമേ എക്സ്പെൻസീവ് ആയിട്ടുള്ള അസറ്റിനെ നമ്മൾ ഷോർട്ട് സെല് ചെയ്യും. ഷോർട്ട് സെല് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനം ബോറോ ചെയ്തിട്ട് ഞാൻ അതിനെ വിൽക്കും. ഞാൻ പറഞ്ഞു INR വിറ്റാൽ എനിക്ക് USD ആണ് കിട്ടുന്നത്, USD വിറ്റാൽ എനിക്ക് INR ആണ് കിട്ടുന്നത്. ഓക്കെ, അത് മനസ്സിൽ വെച്ചോളൂ. പിന്നെ ഇവിടെ INR ഡിവൈഡഡ് ബൈ USD എന്ന് പറയുമ്പോഴത്തേക്കും USD 1 ആണ്. ഞാൻ പറഞ്ഞല്ലേ ഡിനോമിനേറ്ററിൽ എപ്പോഴും 1 ആണ്. സോ INR ബൈ USD എന്ന് വെച്ചാൽ അത് INR ഡിവൈഡഡ് ബൈ 1 എന്നുള്ള ഒരു ടേമിലേക്ക് നമുക്ക് എത്താം, കുഴപ്പമില്ല. എനിവേസ്, സ്റ്റെപ്പ് 2, ഷോർട്ട് സെൽ ദി എക്സ്പെൻസീവ്. ഷോർട്ട് സെൽ ദി സ്പോട്ട് INR. സ്പോട്ട് INR ആണ് എക്സ്പെൻസീവ്. സോ അതിനെ നമ്മൾ ഷോർട്ട് സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ബോറോയിങ് സ്പോട്ട് INR USD ഓഫ് 90 ഫ്രം മൈ ഫ്രണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ 1 USD ആണ്, അതായത് INR ഡിവൈഡഡ് ബൈ 1. അതായത് ബേസിക്കലി ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് 90 INR ബോറോ ചെയ്യുന്നു എന്നാണ് ഈ ലൈൻ പറയുന്നത്. വേറെ മലമറിക്കുന്ന ഇൻഫോർമേഷൻ ഒന്നും ഇല്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് 90 റുപ്പീസ് ഇന്ന് മേടിക്കുന്നു. അപ്പൊ കൂട്ടുകാരൻ ഇത് ഓൾറെഡി എവിടെയോ FD ഇട്ടേക്കുന്ന എമൗണ്ട് ആണ്. അപ്പൊ അവന് ഞാൻ കോമ്പൻസേറ്റ് ചെയ്യണം. അവനോട് ഞാൻ പറയുവാണ്, ഇന്ന് ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 10% ആണെന്ന് നമ്മൾ ആദ്യമേ എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നു, US-ലെ 1%. സോ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുവാണ്, എടാ ഞാൻ ഒരു വർഷം കഴിയുമ്പം 90 × 1 + 10% 99 റുപ്പീസ് ഒരു വർഷം കഴിയുമ്പം തരാം, അങ്ങനെ നിന്നെ ഞാൻ കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് പറയുന്നു. അങ്ങനെ അവനെ സെറ്റിൽ ചെയ്തു. ഇനി ഞാൻ ഈ 90 രൂപ എൻ്റെ കൂട്ടുകാരൻ്റെ നിന്ന് മേടിച്ച 90 രൂപ ഞാൻ ഷോർട്ട് സെല് ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു സെല് ചെയ്യുമ്പോഴത്തേക്കിന് INR സെല് ചെയ്യുമ്പോഴത്തേക്കിന് എനിക്ക് എന്താണ് കിട്ടുന്നത്? USD ആണ് വരും. INR സെല് ചെയ്തപ്പം എനിക്ക് 1 USD ഇന്ന് കിട്ടി. ഇന്ന് എനിക്ക് 1 US ഡോളർ കിട്ടി. സ്റ്റെപ്പ് 3 എന്ന് വെച്ചാൽ ഇൻവെസ്റ്റ് ദിസ് ISD ഇൻ US ഫോർ 1%. ഈ കിട്ടിയ 1 US ഡോളറിനെ ഞാൻ US-ൽ കൊണ്ടുപോയിട്ട് US ബാങ്കിലെ 1% ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുവാണ്. അതായത് ഒരു വർഷം കഴിയുമ്പോൾ എനിക്ക് 1.01 US ഡോളർ എനിക്ക് കിട്ടും. പക്ഷെ ഞാൻ ഈ ബാങ്കിനോട് ആവശ്യപ്പെടുവാണ്, ഇന്ന് ഞാൻ ആവശ്യപ്പെടുവാണ്, നിങ്ങൾ ഒരു വർഷം കഴിയുമ്പം എനിക്ക് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്ന, അതായത് ഒരു വർഷത്തെ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റിലെ വാല്യൂവിൽ എനിക്ക് തരണം എന്ന് പറയുവാണ്. എനിക്ക് ഈ 1.01 USD ആയിട്ട് ആവശ്യമില്ല, പകരം INR-ൽ തരണം ഒരു വർഷം കഴിയുമ്പം. ഒരു വർഷം കഴിയുമ്പം INR-ൽ തരണം എന്ന് പറയുമ്പോൾ അവർ നേരെ വെബ്സൈറ്റ് അടിച്ച് നോക്കുവാണ്, ഫോർവേഡ് 1 ഇയർ ഫോർവേഡ് INR എക്സ്ചേഞ്ച് റേറ്റ്. നോക്കിയപ്പോൾ എന്തുവാടാ, 100 രൂപയാണ് ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ്. സോ അവർ പ്രോമിസ് ചെയ്യുവാണ്, ശരി അണ്ണ, ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ 100 രൂപ 1 USD 100 രൂപ എന്നുള്ളൊരു രീതിയിൽ ഞാൻ 1.01 USD ഒരു വർഷം കഴിയുമ്പം ഇന്ത്യൻ റുപ്പീസിൽ തരാമെന്ന് പറയുവാണ്. ഇന്ന് ഡിസൈഡ് ചെയ്യുവാണ്, ഇന്ന് ഞാൻ ആ കോൺട്രാക്ട് ലോക്ക് ചെയ്യുവാണ്. ഇതിന് ശേഷം ഈ USD INR 100 ആവുകയോ 200 ആവുകയോ 90 ആവുകയോ ഐ ഡോണ്ട് കെയർ. ഈ US-ലെ ഇൻട്രസ്റ്റ് റേറ്റും ഇന്ത്യയിലെ ഇൻട്രസ്റ്റ് റേറ്റും റെപ്പോ റേറ്റ് ഒക്കെ എന്തോ ആയിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. ഒരു വർഷം കഴിയുമ്പോഴത്തേക്കിനും ആസ് പ്രോമിസ് the US guy will give me INR for US 1.01 dollars, that is 101 രൂപ എനിക്ക് പുള്ളി ഒരു വർഷം കഴിയുമ്പം തരും. ഞാൻ നേരെ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് അവന് ഞാൻ പ്രോമിസ് ചെയ്ത 99 INR തിരിച്ചു കൊടുക്കുന്നു. അതായത് 101 മൈനസ് 99 എന്ന് പറയുമ്പം 2 രൂപ എൻ്റെ റിസ്ക് ഫ്രീ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നു. ഇങ്ങനെയാണ് നമുക്ക് കറൻസി ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് മാറിയാൽ എങ്ങനെ പൈസ ഉണ്ടാക്കാം, ആർബിട്രാജ് ഫ്രീ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്ന് നമ്മൾ പഠിച്ചത്. ആഫ്റ്റർ യു entered into the agreement with the US banker, no matter whatever happens to the forward exchange rate, no matter whatever interest rate changes happen in these countries, you earn a profit. Your profit is guaranteed. ആ കോൺട്രാക്ട് ലോക്ക് ചെയ്യണം. പക്ഷെ അന്ന് മിസ്മാച്ച് വന്നപ്പം, ആ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റിൽ ഈ മിസ്മാച്ച് വന്നപ്പം തന്നെ നിങ്ങൾ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ആ പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അത് കേസ് 2, അതായത് ഫോർവേഡ് INR USD എന്ന് പറയുന്നത് 100-ൽ താഴെ ആയാൽ, 98.02 ആയിരുന്നു നമ്മുടെ ഫെയർ വാല്യൂ. ഇനി അത് ഒരു 95 ആയാൽ കറൻസി INR എന്ന് പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്തു നമ്മൾ പറയും. സോ അങ്ങനെ ആവുമ്പോൾ എങ്ങനെയാണ് അവിടെ ഈ പറയുന്ന ആർബിട്രാജ് നടക്കുന്നതെന്ന് നിങ്ങൾ സ്വയമേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.
ഇതാണ് നമ്മുടെ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് യൂസിങ് നോ ആർബിട്രാജ് പ്രിൻസിപ്പിൾ. ഈ ചാപ്റ്റർ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ പറഞ്ഞു തരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു INR/USD ആണ് നമ്മുടെ 95 രൂപ എന്ന് പറയുന്നത്. INR/USD എന്ന് പറയുന്നതാണ് ഇന്നത്തെ 95 രൂപ എന്ന് വെച്ചോളൂ. അതായത് ഇവിടെ 95 ഡിവൈഡഡ് ബൈ 1 എന്നെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു അല്ലെ. ഒരു $US എന്ന് പറയുന്നത് എത്ര INR ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഡിനോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇൻ റിയൽ ലൈഫ് ദ കോട്ട്, നിങ്ങൾ ഒരു എവിടെയെങ്കിലും ജോലിക്ക് പോയാലോ ഏതെങ്കിലും ഫൈനാൻഷ്യൽ ഡേറ്റ സോഴ്സസ് ആയിട്ടുള്ള ബ്ലൂംബർഗ്, റൂയിറ്റേഴ്സ് ഇതെല്ലാം എടുത്ത് നോക്കിയാൽ നേരെ തിരിച്ചായിരിക്കും എക്സ്ചേഞ്ച് റേറ്റ് ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ എന്തിനേറെ പറയുന്നു, വെറുതെ INR/USD എന്ന് ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് 95 അല്ല കിട്ടാൻ പോകുന്നത്, നിങ്ങൾക്ക് 1/95 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. അതായത് മൈ ഡിയർ ഫ്രണ്ട്സ്, CFA ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡിനോഷൻ ആണിത്. പക്ഷേ അണ്ടർസ്റ്റാൻഡിങ്ങിന് എളുപ്പം, എനിക്ക് എളുപ്പം, നിങ്ങൾക്കും പറഞ്ഞു തരാനും എളുപ്പം ഈ വാല്യൂ ആണ്. CFA ബുക്കിലെല്ലാം ഈ വാല്യൂ തന്നെയായിരിക്കും ഫോർവേഡ് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകുമ്പോഴോ നിങ്ങൾ റിയൽ ലൈഫിൽ ഒരു സിറ്റുവേഷൻ അനലൈസ് ചെയ്യുമ്പോഴോ നേരെ തിരിച്ചായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് $1 എത്ര INR എന്നുള്ള ഒരു രീതിയിലായിരിക്കും റിയൽ ലൈഫിൽ ഇത് കോട്ട് ചെയ്യുന്നുണ്ടാവുക. സോ അത് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക. പഠിക്കാൻ നേരം തിരിച്ചും ജോലി ചെയ്യുമ്പോൾ തിരിച്ചും എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ഓർത്തിരിക്കുക. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് നമുക്ക് നോ ആർബിട്രാജ് പ്രിൻസിപ്പിൾ ആൻഡ് ക്യാഷ് ഫ്ലോ അഡിറ്റിവിറ്റി വേറൊരു എക്കണോമിക് സിറ്റുവേഷനിൽ എങ്ങനെ ഡീല് ചെയ്യാം എന്ന് നോക്കാം. എനിവേസ്, താങ്ക് യു സോ മച്ച്.